ഈ മത തീവ്രവാദികളുമായി സഖ്യം ചെയ്തുകൊണ്ട് വിദേശ ശക്തികളുടെ അടിമകളായി ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ അടിമകളായി നിൽക്കുന്നത് അന്നത്തോളം കാലം ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ജനങ്ങൾ തള്ളിക്കളക്കും, ഒരു സംശയവുമില്ല. ശിവശങ്കർ വെൽഫെയർ പാർട്ടിയുമായി UDF പരസ്യമായി ഒരു ബന്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഈ ബന്ധം കേരളം കണ്ടതാണ്. എങ്ങനെയാണ് BJP ഇതിനെ കാണുന്നത്? ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ സംഘടനകളുമായി, മത തീവ്രവാദ സംഘടനകളുമായി, രാഷ്ട്രീയ തീവ്രവാദ സംഘടനകളുമായി, ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി രാജ്യത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ ജി എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി, രാജു പി നായരുടെ അനിഷേധ്യനായ നേതാവ്, അദ്ദേഹം വിളിച്ചത്. ഇദ്ദേഹത്തെ പാകിസ്ഥാൻ തീവ്രവാദി, ഇന്ത്യയെ തകർക്കാൻ താമസിക്കുന്നവനെ അസർ ജി എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ച് സംസാരിച്ചത്. വട്ടുണ്ടോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രാജ്യത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന തീവ്രവാദികളുടെ ഒരു പിന്തുണയെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. തന്നെ കുറെ നാളുകളായി ഇവര് ഇന്ത്യയെ തകർക്കാൻ, അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ ഓരോരോ ഗ്രാമങ്ങൾ പിടിക്കുവാനായിട്ടും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഒരു പ്രത്യേകതയും തോന്നുന്നില്ല. ഇവരുടെ ദേശീയ ഒരു ഇന്റർനാഷണലി ആൻഡ് നാഷണലി അവരുടെ DNA ഇപ്പൊ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പാകിസ്ഥാന് അനുകൂലമായ തട്ടിപ്പാണല്ലേ. രാഹുൽ ഗാന്ധി വായ തുറക്കുന്നത് തന്നെ ഈ പാകിസ്ഥാന്റെ പത്രമായ അവിടുത്തെ പത്രങ്ങൾക്ക് ഹെഡ്ലൈൻ ഉണ്ടാക്കുവാനാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. വളരെ അടിസ്ഥാനപരമായി കോൺഗ്രസിന്റെ ആശയങ്ങൾ രൂപീകരിക്കുന്നതിൽ ഇന്ന് എങ്ങനെയാണോ കുറെ നാളുകളായി മുസ്ലിം ലീഗ് നിയന്ത്രിച്ചിരുന്നത്, ഇന്ന് അത് കുറച്ചുകൂടി ശക്തിയായി വെൽഫെയർ പാർട്ടി ആയിരിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുന്നു. രാജു പി നായർ ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ? വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ രജിസ്റ്റർ ചെയ്ത പാർട്ടിയാണ്. അതുകൊണ്ട് അതിൽ വർഗീയതയില്ല. എങ്ങനെ വർഗീയത ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് തുടക്കമാണ്. ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് വളരെ പതുക്കെ വെൽഫെയർ പാർട്ടിയെ വെള്ളപൂശുവാനും അതൊരു വർഗീയ സംഘടനയല്ല എന്ന് കാണിക്കുവാനും രാജു പി നായരിനെ പോലുള്ള ആളുകളെ കൊണ്ട് ഇത് പരസ്യമായി ഒരു ടെസ്റ്റ് ഡോസായിട്ട് അടിച്ചു കൊടുത്ത് നോക്കുകയാണ്. ഇത് ശരിയായാൽ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിരിക്കും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ പകുതിയിലേറെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നേരത്തെ ഒരു ഗോവിന്ദൻ പറഞ്ഞ ഒരു കാര്യം പറയൂ. ശരി, ആയിക്കോ. വേണ്ട ആയിക്കോ. ശ്രീ പി. എന്നെ എന്തെങ്കിലും സംസാരിക്കാൻ അനുവദിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഹിന്ദു മഹാസഭ ഈ പറയുന്ന പലരെ ഈ മഹാത്മാഗാന്ധിയെ കൊന്ന സമയത്ത് എവിടെയായിരുന്നു എന്നും, ആ കൊന്ന ആൾ അന്നത്തെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ പെടുത്തിട്ട് നിങ്ങൾ പിടിച്ച് ഗവർണറുമായും മന്ത്രിയായും MP ആയും അതിനുശേഷം ജസ്റ്റിസുമായും അയാളുടെ മകനെ പിടിച്ച് സ്പീക്കറുമാക്കിയ പാർട്ടിയാണ് നിങ്ങൾ. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇന്ന് നിങ്ങൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി ജനങ്ങളെ കൊല്ലുന്ന, ജനങ്ങളെ വിഘടിപ്പിക്കുന്ന, ജനങ്ങളെ നിരന്തരമായി മതവിദ്വേഷം പുലർത്തുന്ന സംഘടനയുമായിട്ട് നിങ്ങളുടെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അനിഷേധ്യ നേതാവ് രാഹുലിനും എല്ലാം ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഇത് തന്നെയാണ് ബീഹാറിലും അതുപോലെ തന്നെ ഹരിയാനയിലും ബംഗാളിലും എല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളെ ജനം തള്ളിക്കളഞ്ഞു. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല. നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. ഈ മത തീവ്രവാദികളുമായി സഖ്യം ചെയ്തുകൊണ്ട് വിദേശ ശക്തികളുടെ അടിമകളായി ഇത്തരത്തിലുള്ള തീവ്രവാദികളുടെ അടിമകളായി നിൽക്കുന്നത് അന്നത്തോളം കാലം ഒരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ജനങ്ങൾ തള്ളിക്കളക്കും, ഒരു സംശയവുമില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ദിലീപ്, ഇത് ഈ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പറയുന്ന സമീപനങ്ങളെയും അവിടുത്തെ മറ്റ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കാണുന്നവരാണ്. യൂറോപ്യൻ എന്ത് നടക്കുന്നു എന്നുള്ളതിന്റെ അടുത്ത പടിയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിനെതിരെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ജനാധിപത്യ വിശ്വാസികളുടെയും മറ്റു മതസ്ഥരുടെയും പൂർണ്ണമായ ഐക്യം ഈ രണ്ട് മുന്നണികൾക്കെതിരെ ഉണ്ടാവും.
നമ്മളെയാണല്ലോ മച്ചമ്പി. മത തീവ്രവാദ ശക്തികൾക്ക് പിന്തുണ നൽകുന്ന ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ഇപ്പൊ ഈ കോൺഗ്രസിനെതിരെയുള്ള ശക്തമായ UDF-നെതിരെയുള്ള ശക്തമായ തീരുമാനം, ജനാധിപത്യ വിരുദ്ധ ഒരു പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുന്നവർക്കെതിരെയുള്ള വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും, ഒരു സംശയമില്ല. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?